ഹായ് ഹലോ കൃഷ്ണക്കുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി മഴയാണ്. മഴയൊക്കെ ആയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്ന രാത്രി കൃഷ്ണൻ തീരെ വയ്യാതായി. രാത്രി ഉറക്കിയിട്ടില്ല ചെറുക്കൻ. കഫൊക്കെ ആയിട്ട് വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. പാൽ കുടിക്കുക ഛർദ്ദിക്കുക ഇത് തന്നെ പരിപാടി. ഇപ്പോൾ രാവിലെ അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇന്നലെ അവൻ എന്നെ ഉറക്കാതിരുന്നപ്പം എന്നെ അമ്മ ഉറക്കാതായപ്പോൾ സമാധാനമായി. രാവിലെ അവൻ കളിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടൊക്കെ നടക്കുക. എന്നാൽ പോലും നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കാരണം നാളെ സൺഡേ ആണ്, ഡോക്ടേഴ്സ് കാണില്ല. ഇന്ന് ഇന്നലെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് നമ്മൾ റെഡിയാക്കിയായി. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കേശുകൂട്ടൻ്റെ കുസൃതികൾ കാണാം. അപ്പു വരുന്നുണ്ട്, അവൻ റെഡിയാവുന്നു. അതുവരെ കുറച്ച് ടൈം പാസ് ആയാലോ. കേശുകൂട്ടൻ എന്ത് ചെയ്യാൻ വേണ്ടി കേശുകൂട്ടൻ കണ്ണാച്ചേ ഇങ്ങോട്ട് വന്നേ അയ്യോ എനിക്ക് മക്കൾ ഇരിക്കണ്ട എനിക്ക് എണ്ണിച്ചേ ഒന്ന് കണ്ണാച്ചേ ഒരു ഫ്ലാങ്കി സോത്താ ടാറ്റ പറ ടാറ്റ ബൈ ബൈ പറ ടാറ്റ കേശുകൂട്ടാ തത്ത എന്തേ ഇങ്ങോട്ട് വന്നേ തത്ത എന്തേ മോനെ തത്ത എന്തി തത്ത എന്തിയടാ പ്രാവ് പറഞ്ഞേ പ്രാവ് എന്ന് പറഞ്ഞേ പപ്പയല്ല പ്രാവ് ചേട്ട എന്തി ചേട്ടാ അമ്മ എന്തി അമ്മ കുഞ്ഞിൻ്റെ അമ്മ എന്തിയേ കുഞ്ഞിൻ്റെ അമ്മ ഇതാണോ കുഞ്ഞിൻ്റെ അമ്മ മോൻ്റെ അമ്മയാണോ ഇത് മാമയല്ലടാ അമ്മ മാമൻ എന്തി മോൻ്റെ മാമ അപ്പൂപ്പ ഒരു അപ്പൂപ്പ ഉഷാമി എന്തി ഉഷാമ ഉഷേ അടികൊള്ളുന്നു പറ അടികൊള്ളും ഓ ഉണ്ടോ മോൻ്റെ തല എവിടെ മുട്ടിയേ അയ്യോ കുഞ്ഞു തല ഇവിടെ മുട്ടിയോ ബാ എന്തായാലും ലീവായിട്ട് നീ ഇപ്പം കിടന്നുറങ്ങണ്ടാടി എന്നുള്ള രീതിക്കായിരുന്നു അവൻ. എന്തായാലും അതവൻ സാധിച്ചു തന്നു. രാത്രി ഉറക്കില്ല, എന്നെ ഉറക്കില്ല, അമ്മയെ ഉറക്കില്ല. രണ്ടുപേരെ നല്ലപോലെ പേടിപ്പിച്ച് ഛർദിലും ചുമയും രാത്രി ത്രൂ ഔട്ട് അത് തന്നെയായിരുന്നു. അരമണിക്കൂർ എണ്ണിച്ച് ഛർദ്ദിക്കും, അത് തുടയ്ക്കും, പിന്നെ ഡ്രസ്സ് മാറ്റും. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ എന്തായാലും രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള രീതിയിലാക്കി തന്നവൻ. നന്ദിയുണ്ട് കേശുകൂട്ടാ, നന്ദിയുണ്ട്. അപ്പോൾ അവൻ്റെ ഫയലും എക്സ്ട്രാ ഡയപ്പറും എടുത്തു. ഒരു പണിയില്ല, എന്നെ കൂടെ പിടിപ്പിക്കും. എനിക്ക് കുറച്ച് ധൈര്യം കാണും, അതും കൂടെ അമ്മ കൊണ്ട് കളയും. ഛർദ്ദിച്ചാലോ കേശുവിൻ്റെ ഒരു ഉടുപ്പും കൂടെ എന്തായാലും എടുത്തേക്കാം. അമ്മേ ചില സമയത്ത് പറയുന്നത് അങ്ങ് സത്യമാവും, അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. കുത്തിക്കെറ്റി വെച്ചും ചെയ്തു. ഇനി അടുത്തത് വായന കേൾക്കും. അത് ശരി, അപ്പോൾ ഞങ്ങൾക്ക് പനി വന്നാലോ? അരേ എൻ്റെ അടുത്ത് പാക്കുള്ള ഫുൾ തൊപ്പിയാ, മങ്കി തൊപ്പിയാ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഇറങ്ങി. വണ്ടി എടുത്തില്ല, ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. ബിക്കോസ് മഴയായതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വണ്ടിക്ക് പോകണ്ട. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നല്ല അടിപൊളി തിരക്കൊക്കെ ആയിരുന്നു. റോഡിൽ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി, ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഹൈറ്റ് വെയിറ്റ് നമ്മുടെ തലയുടെ മെഷർമെൻറ്റ് ഇതെല്ലാം എടുക്കും കുഞ്ഞിൻ്റെ. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മളകത്ത് പോയി ഡോക്ടറിനെ കണ്ടു. കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അവൻ കുറച്ച് കഫായിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് കാണാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ടോയ്സ് തരും. എല്ലാ പിള്ളേർക്കും കൊടുക്കും കേട്ടോ. അങ്ങനെ ടോയ്സൊക്കെ കൊടുത്തു. സോ അത്രയേ ഉള്ളൂ, ഹാപ്പി. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടി ബുക്ക് ചെയ്ത് അതിൻ്റെ കാത്തിരിപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോയ്ക്ക് മുഖം തരാതെ നടക്കുന്ന മാമനും വേണം. സോ അത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺ. ബൈ. അപ്പോൾ